ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് സുന്ദരകാന്ഡത്തെ പറ്റിയാണ്. അപ്പോൾ ഞാനിത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെന്തായാലും പാരായണം ചെയ്യും. കാരണം നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ശ്രീരാമസ്വാമിയുടെ ഭക്തനോ അല്ലെങ്കിൽ ആരാധിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ രാമായണം കർക്കിടകത്തിൽ രാമായണം വായിക്കുന്ന ആളോ അല്ലെങ്കിൽ രാമായണം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളോ ആണെങ്കിൽ ഞാനിത് പറയുന്നത് ഉറപ്പായിട്ടും ചെയ്യും. കാരണം ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങളെന്തായാലും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നെനിക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് ഇത് കർക്കിടകത്തിൽ പാരായണം ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ദിവസേന പാരായണം ചെയ്യുന്നത് അങ്ങനെയല്ല. നമുക്ക് ആഴ്ചയിലൊരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ പറയാം. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിത് ചൊല്ലുന്ന രീതിയെപ്പറ്റി പറയാം. അപ്പോൾ സുന്ദരകാന്ഡം എന്നാൽ എല്ലാവർക്കും അറിയാം. അതായത് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചെല്ലുന്നത് മുതൽ ലങ്കാദഹനം നടത്തി തിരിച്ചു വരുന്നത് വരെയുള്ള ഭാഗമാണ് സുന്ദരകാന്ഡം. അപ്പോൾ നമുക്ക് ഓരോ കാണ്ഡങ്ങളിൽ നിന്നും സുന്ദരകാന്ഡത്തിനുള്ളൊരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് ഹനുമാൻ സ്വാമിയെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് സുന്ദരകാന്ഡം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സുന്ദരകാന്ഡത്തിൻ്റെ മറ്റൊരു പ്രാധാന്യമാണ് രാമായണം മുഴുവനായിട്ടും പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുന്ദരകാന്ഡമെങ്കിലും പാരായണം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് രാമായണം പാരായണം ചെയ്യാനായിട്ട് സമയമില്ലെങ്കിൽ സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ ആ പൂർണ്ണ രാമായണം ചെയ്ത ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ സുന്ദരകാന്ഡമാണെങ്കിൽ പോലും ദിവസവും പാരായണം ചെയ്യാൻ ചിലവർക്ക് സമയം ഉണ്ടാവില്ല. ജോലി തിരക്ക് മറ്റ് കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തിരക്കുകൾ കൊണ്ട്. അപ്പോൾ അതിനും ഒരു പരിഹാരമായിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് സുന്ദരകാന്ഡ പാരായണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. അതായത് നമുക്ക് ജീവിതത്തിൽ പല ആവശ്യങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ടാവും. അതായത് ചിലർക്ക് കുടുംബത്തിൽ ശാന്തി, സമാധാനം, ഐശ്വര്യവും നിലനിർത്താനായിരിക്കും ആഗ്രഹം. ചിലർക്ക് കുടുംബത്തിലെ ആർക്കും അസുഖങ്ങളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും കൊടുക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും. ചിലവർ നല്ല വിവാഹം ലഭിക്കണമെന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല വിവാഹപ്രായത്തിയവർക്ക് വിവാഹം നടക്കണം എന്നുള്ളൊരു സ്വപ്നമായിരിക്കും. ചിലവർക്ക് വിവാഹം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തവർക്ക് നല്ല മക്കൾ ഉണ്ടാവണം എന്നുള്ളൊരാവശ്യമുള്ളവരുണ്ടാവും. അതേപോലെ കുടുംബത്തിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കണം, പഠനത്തിൽ നല്ല ഉയർച്ചയുണ്ടാവണം, അവർ നല്ല ബുദ്ധിയും നല്ല ഗുണങ്ങളും ഉള്ളവരായിട്ട് വളരണം, അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടാവും. അതുപോലെ മറ്റൊരാഗ്രഹം ഇതുപോലെ കഠിന രോഗങ്ങളൊക്കെ ഉള്ളവർ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും. അതേപോലെ കുടുംബത്തിൽ കടബാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ വേഗം മാറണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും. അതുപോലെ നമ്മുടെ സമയദോഷങ്ങൾ, ഗ്രഹദോഷങ്ങളെല്ലാം മാറണം. അതായത് ദശാസന്ധിയോ അല്ലെങ്കിൽ ഏത് കഠിനമായ ഗ്രഹത്തിൻ്റെ പിടിയിലകപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഒരു ഗ്രഹദോഷവും ബാധിക്കാതെ നവഗ്രഹദോഷങ്ങളിൽ നിന്ന് മുക്തി നേടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും. അതുപോലെ ശത്രുദോഷം, ആഭിചാരദോഷം, ദൃഷ്ടിദോഷം, കണ്ണേറ് ദോഷം, ശാപദോഷം, നാവദോഷം, അങ്ങനെയുള്ള പലതരത്തിലുള്ള ദോഷങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് അതെല്ലാം ഇല്ലാതാക്കി അല്ലെങ്കിൽ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു ദോഷം വരാതെ ജീവിക്കണം എന്നുള്ളവരൊക്കെ ഉണ്ടാവും. നല്ല ഈശ്വരാധീനവും ഭാഗ്യവും എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും. അതുപോലെ കുടുംബത്തിലെ അപകടങ്ങളോ ദുർനിമിത്തങ്ങളോ ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും. കുടുംബത്തിൽ എപ്പോഴും ഒരു സംരക്ഷണ കവചം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പലവർക്കും പല ആവശ്യങ്ങളാണ്. അപ്പോൾ ഈ ആവശ്യങ്ങൾ ചിലർക്ക് ഇതെല്ലാം ആവശ്യമുണ്ടാകും, ചിലവർക്ക് ഇതിലേതെങ്കിലും ഒന്ന് മെയിനായിട്ട് നടക്കണമെന്ന് ആവശ്യമുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെല്ലാം കൂടി ഒറ്റ ഒരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഒറ്റ കാര്യം കൊണ്ട് ഇതെല്ലാം നമുക്ക് നേടാനായിട്ടൊരു കാര്യമുണ്ടെങ്കിൽ അത് സുന്ദരകാന്ഡ പാരായണമാണ്. ഞാൻ ഈ മേൽ പറഞ്ഞ എല്ലാം നമുക്ക് ഒറ്റ ഇതിൽ കിട്ടാനായിട്ട് സുന്ദരകാന്ഡ പാരായണം നമ്മളെ സഹായിക്കും. കാരണം രാമായണം വായിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്കുണ്ടാവും.
രാമായണം. അപ്പോൾ സുന്ദരകാന്ഡം വായിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ ഇപ്പോൾ പറയാൻ പോലും നമുക്കത് വർണ്ണിച്ച് തീരാൻ പറ്റില്ല. കാരണം സുന്ദരകാന്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഹനുമാനാണ്, അല്ലെങ്കിൽ വാനരൻ എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പൂർണ്ണമായിട്ടും വർണ്ണിക്കുന്നതാണ് സുന്ദരകാന്ഡം. അപ്പോൾ ഹനുമാൻ പ്രീതി ആഗ്രഹിക്കുന്നവർക്ക് ചൊല്ലാൻ പറ്റിയ, ഇപ്പോൾ ഹനുമാൻ ചാലീസ ഒക്കെ പോലെ തന്നെ ചൊല്ലാൻ പറ്റിയ ഒരു കാര്യമാണ് സുന്ദരകാന്ഡം. അപ്പോൾ നിങ്ങൾക്ക് സുന്ദരകാന്ഡം പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു ചിട്ട പറയാം. നിങ്ങൾക്ക് കർക്കിടകത്തിൽ മാത്രമായിട്ട് ഇത് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുവേണ്ടി ഞാൻ മേൽ പറഞ്ഞ പോലെ ദിവസവും ചൊല്ലണമെന്നില്ല, ആഴ്ചയിലൊരു ദിവസം മതി. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഇതിലേതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ദിവസം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ വ്യാഴാഴ്ചയാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ഇതുപോലെ ചൊല്ലണം. ശനിയാഴ്ചയാണ് ചൊല്ലുന്നതെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ ചൊല്ലണം. ഇത് ചൊല്ലുന്ന ദിവസം നോൺ വെജ് ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ മാക്സിമം നോൺ വെജ് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കുളിച്ച് ശുദ്ധമാവാൻ എല്ലാ ദിവസവും രാവിലെ, എല്ലാ ദിവസവും അല്ല, ഈ വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ രാവിലെ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് രാമായണമെടുത്ത്, വിളക്ക് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കത്തിക്കുക. ശുദ്ധമായൊരു സ്ഥലത്തായിരിക്കണം നിങ്ങളിരിക്കേണ്ടത്, എന്തെങ്കിലും വിരിച്ച് ഇരിക്കണം. അതേപോലെ നിങ്ങളുടെ മുന്നിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. അതുപോലെ ശുദ്ധമായ പാത്രത്തിൽ ശുദ്ധമായ വെള്ളം. അതുപോലെ തൊട്ടടുത്ത് മറ്റെന്തെങ്കിലും ഒരു നേദ്യം പാത്രത്തിലോ അല്ലെങ്കിൽ വാഴയിലയിലോ എന്തെങ്കിലും ഒരു നേദ്യം വെക്കണം. അത് ചെറിയ കൽക്കണ്ടമോ ഉണക്കമുന്തിരിയോ കദളിപ്പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നല്ല ശുദ്ധിയായിട്ടുള്ള എന്തെങ്കിലും ഒരു നേദ്യം വെക്കാം. കാരണം രാമായണ പാരായണം ചെയ്യുന്നിടത്ത് അരൂപിയായിട്ട് ശ്രീ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ ഹനുമാൻ സ്വാമിയെ സ്വീകരിക്കാനുള്ളൊരു ഉപാസനയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ രാമായണം മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ആദ്യം തന്നെ കുലദേവത, പിതൃക്കൾ ഇവരെയൊക്കെ നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ഇവരുടെ എല്ലാ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവണം എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ട് വേണം നിങ്ങളിത് ചൊല്ലാനായിട്ട്. എന്നിട്ട് നിങ്ങൾ കുലദേവതയും കുടുംബദേവതയും പിതൃക്കളെയും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗണപതിയുടെ എന്തെങ്കിലും സ്തുതി ചൊല്ലുക. അതിപ്പോൾ ഏകദന്ത മഹാകായ എന്ന സ്തുതിയാണെങ്കിലോ വക്രതുണ്ട മഹാകായ എന്ന സ്തുതിയാണെങ്കിലോ അല്ലെങ്കിൽ നാമങ്ങളാണെങ്കിലോ എന്തെങ്കിലും ഒരു സ്തോത്രം നിങ്ങൾ ഗണപതിയുടെ എന്തെങ്കിലും ഒരു സ്തുതി ചൊല്ലി ഗണപതിയെ സ്തുതിച്ച് വിഘ്നങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുക. കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടി വിഘ്നേശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അത് ആദ്യം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് രാമനാമമൊക്കെ ചൊല്ലി രാമായണം തുറക്കുമ്പോൾ ആദ്യം തന്നെയുള്ള ആരംഭസ്തുതി ചൊല്ലുക. ശ്രീരാമ രാമ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന് തുടങ്ങുന്ന ശ്രീരാമ രാമ എന്നൊക്കെ തുടങ്ങുന്ന ഒരു ആരംഭസ്തുതി ഉണ്ട്. ഏതൊരു രാമായണത്തിൻ്റെയും ഏറ്റവും ആദ്യം തന്നെ തുടങ്ങുന്നത് ഈ സ്തുതിയാണ്, ശ്രീരാമസ്തുതിയാണ്. ഇത് ചൊല്ലിയിട്ടേ നിങ്ങൾ ഓരോ പ്രാവശ്യവും രാമായണം വായിക്കാവൂ. അപ്പോൾ ഇത് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ സുന്ദരകാന്ഡം പാരായണം ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പാരായണം ചെയ്താൽ മതി. ഒരാഴ്ചയും വ്യാഴാഴ്ച ശനിയാഴ്ച ഇങ്ങനെ പാരായണം ചെയ്ത് വരിക. പൂർണ്ണ രാമചിന്തയോടെ അല്ലെങ്കിൽ ഹനുമാൻ ചിന്തയോടെ വേണം നിങ്ങൾ രാമായണ പാരായണം ചെയ്യാനായിട്ട്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ശ്രീരാമ പട്ടാഭിഷേക രൂപം, അതായത് സീതാദേവിയോടും സഹോദരന്മാരോടും ശ്രീ ഹനുമാൻ സ്വാമിയോടൊപ്പമുള്ള ശ്രീരാമ പട്ടാഭിഷേക രൂപം ധ്യാനിച്ച് ചൊല്ലുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹത്താൽ ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങളും കിട്ടും, എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കിട്ടും. അതുപോലെ ശ്രീരാമൻ, സീത, മഹാലക്ഷ്മി. സീത എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്, ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ അത് ലക്ഷ്മി നാരായണ പ്രീതിയാണ്. അപ്പോൾ പൂർണ്ണ ലക്ഷ്മി നാരായണ പ്രീതിയും ഹനുമാൻ സ്വാമിയുടെ പ്രീതിയും കിട്ടും. അതുപോലെ രാമായണം എന്ന് പറഞ്ഞാൽ മഹാദേവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചതാണ്. അപ്പോൾ ശിവപാർവതി പ്രീതി ഇത് ചൊല്ലുന്നവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ചൊല്ലി നല്ലൊരു ഇതിൽ വരിക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിത് ചൊല്ലുമെന്ന് എനിക്ക് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് നേരം നിങ്ങൾ മാറ്റി വെക്കുക. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വിട്ടു. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അവസാന ഭാഗത്തെ രാമായണത്തിൻ്റെ ഫലശ്രുതി ചൊല്ലിയിട്ട് നിർത്തുന്നതാണ് വളരെ നല്ലത്.
അപ്പോൾ എന്തായാലും അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ താഴെ ആവുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ നിങ്ങളിത് ചൊല്ലുന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണകരമാണ്. ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്ക് ഇതിലും വിശേഷപ്പെട്ടതായി ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങളിത് ചൊല്ലുക. എല്ലാവർക്കും നമസ്കാരം, നന്ദി.